ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതിയും ബാലനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദേവി വന്ന് വിളിക്കുകയാണ്. ബാലച്ച എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ ദേവി മോളെ? അതല്ല, സത്യത്തിൽ നിങ്ങൾക്ക് ആർക്കും മണം കിട്ടില്ല എന്നുള്ളത് സത്യമാണോ? അപ്പോൾ ഗോമതി ബാലൻ്റെ മുഖത്ത് നോക്കണം. അപ്പോൾ ബാലൻ പറയും, അതേ മോളെ, അത് ജ്യൂസിൻ്റെ മണം കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ജ്യൂസിൻ്റെ ആണോ അമ്മേ? അതേ മോളെ, അത് ജ്യൂസിൻ്റെ മണം തന്നെയായിരുന്നു. ജ്യൂസിന് ഇങ്ങനെ മണമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ട്. അതെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. ഈ ദേവിയുടെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല എന്ന് ഗോമതി ബാലനോട് പറയുകയാണ്. ഈ വീട്ടിലെ പല പ്രശ്നങ്ങൾക്കും കാരണം അവളാണ്. ആര്യനും ആനന്ദും ആകാശവും സന്തോഷത്തോടു കൂടിയിട്ട് ഒരുമിച്ച് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ഗോമതി പറയുന്നുണ്ട്. അതിനുശേഷം അനന്തം വന്നിട്ട് നന്ദിത വരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുകയാണേ. അപ്പോൾ രാജശ്രീനോട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തോടു കൂടിയിട്ട് കഴിഞ്ഞിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന് നല്ല സ്നേഹത്തോടു കൂടി തന്നെ കഴിയണം. അപ്പോൾ രാജശ്രീ പറയുന്നുണ്ട്, അത് എനിക്ക് അങ്ങനെ തന്നെയാണ് അനന്തേട്ടാ ആഗ്രഹം. പക്ഷേ ദേവമംഗലത്തോട് കൂറ് വന്നപ്പോഴാണ് എനിക്ക് കുറച്ച് ഒക്കെ ഒരു അകൽച്ച വന്നത്. അങ്ങനെ പറയാൻ കേട്ടോ. അതിന് ശേഷം പിന്നീട് ബാങ്ക് ലോണിന് വേണ്ടിയിട്ട് വീടിൻ്റെ പ്രോപ്പർട്ടി വെക്കേണ്ടെന്നൊക്കെ അമ്മനോട് പറയുമ്പോൾ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ സന്തോഷമാവണം. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്തെങ്കിലും ആവട്ടെ, ആ ഒരു കാര്യം ആലോചിച്ച് എനിക്ക് ആകെ ടെൻഷനായിരുന്നു. വീട് പണയം വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി കൂടിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ പ്രമാണം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായി. എന്തായാലും നന്ദിത കാര്യങ്ങൾക്കൊക്കെ നാളെ തന്നെ വരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആര്യ ടെറസിൽ ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് മാമനും ആകാശവും ആനന്ദും കൂടെ വരുന്നത്. അങ്ങനെ ആനന്ദിനോടല്ല ആര്യനോട് ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു. വളരെ കാര്യമായിട്ട് ഒരു കാര്യം ആലോചിക്കുകയാണ്. എന്ത് കാര്യമാണ്? ഒന്ന് മാറി ചിന്തിക്കാൻ പോവുകയാണ്. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്താ അച്ഛൻ്റെ എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ്റെ പ്രശ്നം അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്ന് മാമൻ പറയട്ടോ. അതല്ല, ഒരു കാര്യമുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് മിത്ര വരികയാണ്. അച്ഛൻ്റെ പ്രധാന കാരണം ഞാനിങ്ങനെ ഒന്നും അല്ലാതായി നടക്കുന്നത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു തീരുമാനം ഞാൻ മാറ്റുകയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നാൽ അച്ഛൻ്റെ ഈ പ്രോബ്ലമൊക്കെ മാറുമല്ലോ എന്ന് പറയാണ്. അതിന് നീ എന്ത് വഴിയാണ് കണ്ടുവച്ചിട്ടുള്ളത്? ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. ആണോ? എന്ത് ബിസിനസ്? അതറിയൂല. എവിടെയാണ് തുടങ്ങുന്നത്? അതും അറിയൂല. എന്ന് തുടങ്ങും? അതും അറിയൂല. എന്ന് പറയാൻ കേട്ടോ മാമൻ. എന്തായാലും ബിസിനസ് തുടങ്ങും. ആദ്യം 1 തുടങ്ങും, പിന്നെ അത് 3 എണ്ണാക്കും, പിന്നെ 30 എണ്ണാക്കും, 100 ബിസിനസ് ഞാൻ തുടങ്ങും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പറഞ്ഞു, ഈ 100 ബിസിനസ് നിനക്ക് തന്നെ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ പറ്റുമെന്ന് മാമൻ ചോദിക്കുകയാണ്. അതൊക്കെ ഞാൻ നടത്തിക്കോളാം. ഈ തിരുവനന്തപുരം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, തിരുവനന്തപുരം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് അറിയില്ല, നമ്മുടെ വീടും കടയും കൂടിയിട്ട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞുതരാം. എന്തായാലും ഈ തിരുവനന്തപുരം മുഴുവനും ഞാൻ അങ്ങ് വാങ്ങിക്കാൻ പോവുകയാണ് എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ ആനന്ദ് ചിരിക്കുകയാണ്. സത്യമാണോ കേട്ടോ നീ പറയുന്നത്? അപ്പോൾ ആകാശ് ചോദിക്കും, അതിൽ നമ്മൾ വിടുമോ? പിന്നെ അല്ലാതെ അപ്പം ഞങ്ങളൊക്കെ എവിടെ താമസിക്കും എന്ന് ചോദിക്കുകയാണ് കേട്ടോ മാമൻ. നിങ്ങൾക്കൊക്കെ വീടുകൾ ഞാൻ പണിത് തരില്ലേ? വീടുകളല്ല, ബംഗ്ലാവുകൾ തന്നെ പണിത് തരും. അപ്പോൾ മാമൻ എത്ര വീട് വേണം? എനിക്ക് 2 വീട് വേണം. എന്താ പിടിച്ചോ, 2 വീട് പിടിച്ചോ. ഇതൊക്കെ കേട്ടുമ്പോൾ ഇത്ര അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും ഞാൻ തന്നെ വീടുകളൊക്കെ വെച്ച് തരും എന്നൊക്കെ പറയണം. അപ്പം മിത്ര ഇത് കേട്ടിട്ട് ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ആകാശ് പറയണം, അങ്ങനെ ഞാൻ വലിയ ബിസിനസ്സുകാരനായി എല്ലാവരുടെ തെറ്റിദ്ധാരണകളും മാറ്റും എന്നൊക്കെ പറയാം. അപ്പം മിത്ര ഒന്ന് ചോദിക്കണം, എന്താണ് ഇവിടെ പ്ലാൻ? അത് ആര്യൻ ബിസിനസ് തുടങ്ങാൻ പോകാം, വലിയ ആളാവാൻ പോകാം, എനിക്ക് 2 വീട് കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ. ആണോ? അപ്പം എനിക്കൊരു ട്യൂഷൻ സെൻറ്റർ ഇട്ട് തരുമോ എന്ന് ചോദിക്കണം കേട്ടോ. എടി, കൊട്ടാരത്തിലെ രാജ്ഞിക്ക് എന്തിനാണ് ട്യൂഷൻ സെൻറ്റർ എന്ന് ആര്യൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ എടുക്കാൻ പോകാം. അപ്പം ഞാൻ മീനു ചേച്ചിയുടെ കൂടെ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് മിത്ര പോകും കേട്ടോ. ആനന്ദിനെ ആണെന്നുണ്ടെങ്കിൽ ദേവി ഇങ്ങനെ കാത്തു നിൽക്കണേ. ഒരുപാട് സമയം കാണാണ്ടാവുമ്പോൾ ദേവി ഇങ്ങനെ എന്തായാലും നോക്കിയിട്ട് വരാം ടെറസിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ഇവർ 4 പേരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കഥകളൊക്കെ പറയാനുണ്ട്. ആനന്ദിനെ കുറച്ച് കളിയാക്കുന്നുണ്ട്. കുറച്ച് കവിതകളൊക്കെ ചൊല്ലി ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മാമൻ ആനന്ദിനെ കളിയാക്കുന്ന സമയത്താണ് അവിടേക്ക് ദേവി വരുന്നുണ്ട്. അപ്പോൾ ദേവി വന്നിട്ട് ചോദിക്കാം, ആൻറ്റേട്ടാ എന്താ വരാത്തെ? അത് പിന്നെ ഞാനിപ്പോൾ വരാം, ഞങ്ങൾ ഇത്തിരി നേരം സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ താഴത്തേക്ക് പോകാൻ. പൊക്കോ ദേവി പൊക്കോ, ഞാൻ ഉടനെ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ദേവിനെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ബാലനല്ല മാമൻ പറയുന്നുണ്ട്, അല്ല നമ്മളെല്ലാവരും ഇവിടെ അല്ലേ കിടക്കുന്നത്, പിന്നെ നിൻ്റെ ഞാൻ ദേവിയോട് ഇങ്ങനെ പറഞ്ഞത്? അത് കുഴപ്പമില്ല, ഞാൻ ചെന്നില്ലെങ്കിൽ അവൾക്ക് വിഷമാവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൾ തനിയെ ഉറങ്ങിക്കോളും, 4 മണിക്ക് എണീക്കേണ്ടതല്ലേ എന്ന് പറയും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം മീനാക്ഷിയുടെ അടുത്തേക്ക് മിത്ര വരികയാണ്.
അപ്പോൾ മിത്രനോടല്ല മീനാക്ഷിനോട് പറയും, അതെ ഇന്ന് ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്, ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അന്നേരം മീനാക്ഷി പറയുന്നുണ്ട്, അതിനെന്താ അവിടെ കിടന്നോ. അപ്പോൾ മീനു ചോദിക്കുന്നുണ്ട്, മീനാക്ഷിയോടല്ല മിത്രോട് ചോദിക്കുകയാണ്, അതെ കൂർക്കം വലിക്കുമോ? ഇല്ല, കൂർക്കം വലിക്കൂല. ദേഹത്ത് കാലെടുത്ത് വിടുമോ? ഇല്ല. ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കൂല? ഇല്ല. ഒരു കുഴപ്പം ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ട് ഞാൻ കിടന്നോളാം എന്ന് പറയാണ്. അതിനുശേഷം മിത്ര മീനിനോട് ചോദിക്കുകയാണ്, അല്ല മീനു ചേച്ചി കൂർക്കം വലിക്കുമോ? അതറിയില്ല, ആകാശിനോട് ചോദിക്കണം എന്ന് പറയാണ്. അപ്പോൾ അയ്യോ എന്നാൽ ഞാൻ ഇവിടെ കിടക്കുന്നില്ല, ഞാൻ പൊക്കോളാം എന്ന് പറയട്ടെ. വെറുതെ പറഞ്ഞതാണ്, ഇവിടെ കിടക്ക് എന്ന് പറയട്ടോ. ഞാനേ കുറേ നേരം അവിടെ കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു കിടന്നു, പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് മിത്ര പറയുകയാണേ. അപ്പോൾ പ്രാണനാഥൻ അടുത്തില്ലാത്തത് കൊണ്ടാവും ഉറക്കം വരാത്തത് എന്ന് പറയും. അപ്പോൾ മിത്ര ഇങ്ങനെ കുമ്പിട്ടിട്ട് നിന്നിട്ട് പറഞ്ഞു, ചേച്ചി അതിന് ഞങ്ങൾ ഒരുമിച്ചല്ല കിടക്കുന്നതെന്ന് പറയും കേട്ടോ. ഒരുമിച്ചല്ലേ എന്ന് ചോദിക്കുകയാണേ മീനു. അതെ, ഞാൻ കട്ടിലിലും ആരും തറയിൽ പായിട്ടിട്ടാണ് കിടക്കുന്നത് മിത്ര. അപ്പോൾ എന്തീ പറയുന്നതെന്ന് ചോദിക്കാം കേട്ടോ മീനാക്ഷി. അപ്പോൾ അതെ ചേച്ചി, അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് എടുക്കുന്നത്. ആദ്യം ഞാൻ തറയിലും ആരും കട്ടിലിലുമായിരുന്നു, പിന്നീട് ആരും തന്നെയാണ് അത് മാറ്റിയത്, എന്നെ കട്ടിലും ആരും തറയിലേക്ക് ആയത്. എനിക്ക് ഭയങ്കര സങ്കടമാണ് ആരും ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് കട്ടിൽ കിടക്കാതെ താഴ്ത്ത് കിടക്കുന്ന കണ്ടിട്ട്. അപ്പം മീന് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിടിച്ച് വലിച്ച് കട്ടിൽ കിടത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണേ. അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആരിനോട് മിത്രയ്ക്ക് സ്നേഹമൊന്നുമില്ലേ? അത് ഇപ്പോൾ വലിയ സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ അറിയില്ല ചേച്ചി. നമുക്ക് ഇഷ്ടപ്പെടാത്ത കല്യാണമായിരുന്നു. പിന്നീട് ആരും എന്നെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അന്തേട്ടനും ആകാശേട്ടനൊക്കെ എന്നെ കാണുമ്പോൾ ഒന്നും പറയില്ല, പക്ഷെ ആരും എന്നെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഇപ്പം എനിക്ക് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, ആരിനോട് എനിക്ക് സ്നേഹവും സഹതാപവും ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇതുവരെ പ്രണയം ഉണ്ടായിട്ടില്ല എന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല ചേച്ചി, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊന്നല്ല കിടക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആരിനോട് ചോദിക്കട്ടെ. അയ്യോ ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട എന്ന് പറയും കേട്ടോ. അതിന് ശേഷം വാ നമുക്കിനി കിടക്കാം എന്ന് പറയും കേട്ടോ. ചേച്ചി ആകാശേട്ടനെ എന്നാ കണ്ടത് ആദ്യമായിട്ട് എന്ന് പറയുകയാണേ. അപ്പോൾ അതെ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, എന്തായാലും നമുക്ക് കിടന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കിടന്നുകൊണ്ട് കഥകളൊക്കെ പറയാമെന്ന് പറയും കേട്ടോ. എന്നാൽ ശരി വാ കിടക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കിടന്ന് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഇതേ സമയം ആകാശും ആനന്ദും ആര്യനും മാമനും കൂടിയിട്ട് കിടക്കുകയാണ് കേട്ടോ. അവർ നല്ല ഉറക്കമായി. ഈ സമയത്ത് ദേവി വരികയാണ്. ദേവി വന്നിട്ട് ആനന്ദിനെ കുറേ തട്ടി വിളിക്കുന്നുണ്ട്. ആഹാ എന്നോട് താഴെ പോയി കിടന്നോളാൻ മറ്റും ഇവിടെ കിടക്കുകയാണല്ലേ, ആന്തേട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണേ. പക്ഷേ ആനന്ദ് എഴുന്നേക്കൊന്നൊന്നുമില്ല കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് മാമനാണെന്നുണ്ടെങ്കിൽ ആനന്ദിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം ദേവി ഇങ്ങനെ നീങ്ങിയിരുന്നിട്ട് ദേഷ്യം വന്നിട്ട്, ആഹാ എന്നോട് കിടന്നോളാൻ പറ്റും ഇവിടെ വന്ന് കിടക്കുകയാണല്ലേ, ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിണങ്ങി പോവുകയാണ്. പിന്നീട് നേരെ ചെന്നിട്ട് അമ്മനെ വിളിക്കുകയാണ്. അമ്മ ഇവിടെ അറിയുന്നുണ്ടോ ഇവിടുത്തെ കാര്യങ്ങൾ? ഇവിടെ ഭയങ്കര പ്രശ്നം തന്നെ. ഓ എൻ്റെ പൊന്നു മോളെ, നിൻ്റെ പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നില്ലേ എന്ന് ചോദിക്കാനായിട്ട്. ആഹാ എൻ്റെ ഇവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞാൻ അമ്മനെ വിളിച്ചു പറയുമ്പോൾ അമ്മയ്ക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല. എന്നാൽ വേണ്ട ഞാൻ പറയുന്നില്ല. അയ്യോ അതല്ല മോളെ, നിൻ്റെ പ്രശ്നങ്ങൾ തീർന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞതാണ് എന്ന് പറയും. അതേ ആര്യം കുടിച്ചു വന്നു എന്ന് പറയും കേട്ടോ. അതിന് നിനക്കെന്താ, ആനന്ദല്ലല്ലോ കുടിച്ചു വന്നത്, ആര്യനല്ലേ എന്ന് ചോദിക്കാൻ. അതെ പക്ഷെ എനിക്ക് നല്ല മണം കിട്ടി, പക്ഷെ ഇവിടെ ആരും അത് സമ്മതിക്കുന്നില്ല അമ്മേ, ആരും കുടിച്ചിട്ടില്ല എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് എന്ന് പറയട്ടോ. ആണോ, അതിനെന്താ, അത് കുഴപ്പമില്ല. അല്ല ഞാൻ അച്ഛൻ മദ്യപിച്ച് വരുമ്പോൾ അച്ഛൻ്റെ മണം കേൾക്കുന്നതല്ലേ, ഇതതുപോലൊന്നും അല്ല എൻ്റെ അമ്മേ, ഞാൻ കേട്ടതാണ്, പക്ഷെ ഇവരാരും സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണെ. ഇനി ആനന്ദേട്ടന് ആര്യനോട് ഭയങ്കര സ്നേഹമാണ്, അപ്പോൾ അതുകൊണ്ട് ഇനി ആനന്ദേട്ടൻ എങ്ങാനും ആര്യൻ്റെ കൂടി മദ്യപിക്കുമെന്ന് എനിക്ക് സംശയം. ആനന്ദ് അങ്ങനെയൊന്നും ചെയ്യില്ല, ആനന്ദ് നല്ല പയ്യനാണ് എന്ന് അമ്മ പറയുന്നുണ്ട് കേട്ടോ. എന്തോ എനിക്കതൊന്നും ആലോചിച്ചിട്ട് ടെൻഷനായിട്ട് പാടില്ല. അപ്പോൾ അമ്മേനെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ശരി 2 ദിവസം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് വരാം എന്ന് പറയാനിട്ട്. ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.